ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാൻ നിന്റെ ഭർത്താവ് മരുതപ്പൻ തയ്യാറായോ? ഇല്ലല്ലോ. നീ കേട്ടതല്ലേ? ആ നാഗമാണിക്യം എടുത്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ അവന് സൗകര്യമില്ലെന്ന്, നാഗശാപം ഏൽക്കുമെന്ന്. അങ്ങനെയുള്ളവന്റെ കുടുംബത്തെ ഞാൻ എന്തിനു സഹായിക്കണം? നീ പറഞ്ഞാൽ മരുതപ്പൻ കേൾക്കും. അവനെക്കൊണ്ട് നാഗമാണിക്യം എടുപ്പിച്ച് തന്നാൽ കനകദുർഗ ആവശ്യപ്പെട്ടതിന്റെ ഇരട്ടി കടമായിട്ടല്ലാതെ തന്നെ ഞാൻ തരും. നീയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് എന്റെ പറമ്പില. ആ നാഗമാണിക്യം എന്റെ കയ്യിൽ വന്നാൽ അടുത്ത നിമിഷം നിന്റെ ആ കുടികിടപ്പ് നിനക്ക് സ്വന്തം. എന്തു പറയുന്നു? നേരാണോ അങ്ങ് നീ പറയണത്? ഞാൻ എന്തിന് കള്ളം പറയണം? പറഞ്ഞത് തന്നെ. ഞാൻ പറഞ്ഞ എന്റെ കണവൻ കേക്കും. ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും. അങ്ങേരെ കൊണ്ട് മാണിക്ക് എടുപ്പിച്ച് തരണ കാര്യം ഈ കനകദുർഗ ഏറ്റങ്ങുന്നേ. നല്ലത്. യശോദേ, കനകത്തിന് എന്താ ആവശ്യമെന്ന് വെച്ചാ കൊടുത്തേക്ക്. പക്ഷെ മാണിക്യം എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ ആ കിടപ്പാടുണ്ടല്ലോ, അത് ഞാൻ തീയിടും. അയ്യോ, വിശക്കുന്നുണ്ടോ? പഴം കഴിക്കേ. കഴിച്ചോ. നല്ല വേഗം നടക്കുന്നേ. ഇതൊക്കെ മച്ചമ്പി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലയോ? എങ്ങനെങ്കിലും അങ്ങേരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഒന്ന് പിടിച്ചിറക്ക. ഇതല്ലേ എവിടുന്നാ കനകം? കൊച്ചമ്മ തന്നതാണ്. അങ്ങൊന്ന് പറഞ്ഞിട്ടേ. ഇങ്ങനെ ഒരു പതിവ് അങ്ങൊന്നില്ലല്ലോ. ഇത് കൊച്ചമ്മയുടെ കയ്യിൽ നിന്ന് കടവായിട്ട് വാങ്ങിയതാ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ കനകം? വാങ്ങിയതൊന്നും ഇതുവരെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും കടം വാങ്ങി കൂട്ടുന്നത്? നീ കടം വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? കടം വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, കുടുംബത്തിന് വേണ്ടിയാ. ഓ, ഇനി അതും പറഞ്ഞു ഇവിടെ ഒരു കലകം വേണ്ട. ഇത് കടമൊന്നുമല്ല, ഇത് അങ്ങന്ന് കൂലിയായിട്ട് കൊടുത്തതാ. കൂലിയോ? എന്തിന്? നാഗമാണിക്യത്തിന്റെ കൂലി. നാഗമാണിക്യത്തിന്റെ കൂലിയോ? ഒന്ന് തെളിച്ചു പറ എന്റെ വേലു. ഇത് ഈ ഞാൻ പറയാം. നിങ്ങൾ ഇനി കാട്ടി പോയി വരുമ്പം നാഗമാണിക്ക് എടുത്തുകൊണ്ട് വന്ന് പ്രമാണിക്ക് കൊടുക്കണം. അത്രേ ഉള്ളൂ. എന്ത് അപരാധമാണ് ഈ പറയുന്നത്? എന്നോട് ചോദിക്കാതെ കനവെന്തിനാ വാക്ക് കൊടുത്തത്? നാഗമാണിക്ക് അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പുണ്യം ചെയ്തവർക്ക് അത് കാണാൻ കൂടി കഴിയും. നിങ്ങൾ പുണ്യം ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞു, സമ്മതിച്ചു. നാഗമാണിക്യം കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ തന്നത്. ഇതിന്റെ ഇരട്ടി ഇനി തരികയും ചെയ്യും. മാത്രമല്ല, ഈ കിടപ്പാടം നമുക്ക് സ്വന്തമാകും. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഇതോടെ തീരും. ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണത്. നടക്കും. നിങ്ങൾ തനിച്ചു പോണ്ട, വേലുവും കൂടെ വരും. അതെ, മച്ചമ്പി എന്റെ കൂടെ വന്ന മാത്രം മതി. നമ്മുടെ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും അവസാനിക്കാനുള്ള വഴിയാണിത്. അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. ഹോ, എന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. ഇത്രയ്ക്ക് തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്?
പാമ്പിനെ കൊന്ന് മാണിക്യം എടുക്കുന്നതിന് ഇത്രയ്ക്ക് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കനകം, അതിന്റെ ഗൗരവം നിനക്ക് അറിയാത്തത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നാഗമാണിക്യം അപഹരിക്കുന്നവരാരായാലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നാഗം അവിടെ ചെന്ന് കൊത്തുമെന്നാ കേട്ടിട്ടുള്ളത്. അത്രയ്ക്ക് വൈരാഗ്യമാ പാമ്പുകൾക്ക്. നിങ്ങൾ ഇങ്ങനെ ഭയന്നാ നമുക്ക് ഒരു ഗതി ഉണ്ടാകില്ല മനുഷ്യ. നാഗങ്ങളെ ദ്രോഹിച്ച് ലഭിക്കുന്ന ഒരു ഗതിയും നമുക്ക് വേണ്ട. എനിക്ക് ഈ ദൈവങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ദൈവത്തെ കുമ്പിടാനും കരയാനും പ്രാർത്ഥിക്കാനും ഒന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല. നിങ്ങൾ ദൈവവിശ്വാസി ആയതുകൊണ്ട് അതിന്റെ ഗുണം എന്തേലും നമുക്ക് കിട്ടിയോ? ഇല്ലല്ലോ. നേട്ടത്തിനു വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് എന്താ നിങ്ങൾ ഓർക്കാത്തത്? നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം തീരും. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മുടെ മോനെ ഓർത്തെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്ക്. അവനെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. അതോ അവന് നിങ്ങളെപ്പോലെ കാടും മലയും കയറി തെണ്ടി നടന്നാ മതിയോ? ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് എന്റെ കനകം. ഓ, തുടങ്ങി നിങ്ങളുടെ ഒരു ഒടുക്കത്തെ വിധിയും വിശ്വാസവും. ഇതൊന്നും നിർത്താതെ നമ്മൾ രക്ഷപ്പെടില്ല. എന്ത് കഷ്ടമാ ഇത്. എനിക്കിങ്ങനൊരു ഗതി വന്നല്ലോ. പിടിപ്പില്ലാത്ത ഒരു കെട്ടിയോനെയാണല്ലോ എനിക്ക് കിട്ടിയത്. രക്ഷപ്പെടാൻ ഇതുപോലൊരു അവസരം ആർക്കെങ്കിലും കിട്ടുമോ? മുടിയാനായിട്ടൊരു ആദർശം പറച്ചില്. വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ അരവയറും പട്ടിണിയായിട്ട് നരകച്ചങ്ങ് ചാകട്ടെ. എന്നിട്ട് വിധിയാണെന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് സന്തോഷിച്ചിരിക്കെ. ഒന്ന് നിർത്തന്റെ കനകം. കുറച്ച് സ്വൈരം താ. ഞാൻ കാട്ടിപ്പോവാ. നാഗമാണിക്യം കിട്ടുമോ നോക്കാം. അതെന്താ കിട്ടുമെന്ന് നോക്കാന്ന്? മാണിക്യമുള്ള പാമ്പിനെ കണ്ടു കിട്ടണ്ടേ? ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ കിട്ടുമെന്നേ. ശ്രമിക്കാം. അതെ, നാഗത്തിനെയൊക്കെ വേലു കണ്ടുപിടിച്ച് തന്നോളൂ. നിങ്ങൾ കൂടെ ചെന്ന് അതിനെ അന്ന് കണ്ട ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ശരി. ഇനി മനസ്സ് മാറ്റരുത്. ഇല്ല. ഹോ, സമാധാനമായി. ഇനി സന്തോഷമായിട്ട് കിടന്നാട്ടെ. ആ ഭഗവാനെ. മച്ചമ്പി, ഈ നാഗമാണിക്യം എവിടെ? അത് നാഗത്തിന്റെ ശിരസിലല്ലേ? നാഗത്തിന്റെ ശിരസിലോ? ആ. അപ്പൊ ഈ നാഗം എവിടെ ഇരിക്കുന്നു? അത് നാഗത്തിന് തന്നെ അറിയാം. നാഗത്തിന് അറിയാമെന്നോ? മച്ചമ്പി വാ, നമുക്ക് നോക്കാന്ന്. നോക്കിപ്പോ, പൊത്താതെ. പതുക്കെ പതുക്കെ പതുക്കെ, സൂക്ഷിച്ചു സൂക്ഷിച്ചു. മച്ചമ്പി, മച്ചമ്പി, ഞാനും കൂടെ. ആ വാ വാ വാ. ഇറങ്ങി തിരിച്ചില്ലേ? ഓ, എന്തുവാ? അതെ, കനകക്കൻ്റെ നിർബന്ധം കൊണ്ടാണ് മച്ചമ്പി ഈ നാഗമാണിക്യം എടുക്കാൻ സമ്മതിച്ചെന്ന് എനിക്കറിയാം. കനകത്തിന് അത്യാഗ്രഹമാണ് മച്ചമ്പി. അല്ലാതെ എത്ര പണം കിട്ടിയാലും അവൾക്ക് മതിയാവില്ല. പിന്നെ ഈശ്വര വിശ്വാസം തീരെ ഇല്ല. ഇല്ല. ആ, അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. പഠിച്ചോളൂ.
മച്ചമ്പി, ഞാൻ ആലോചിക്കുമായിരുന്നു, അക്കം പറയുന്നതും കാര്യമുണ്ട്. ഈ കാടും മലയും കയറി നടന്നാൽ മതി. നേരും നിറയും വിട്ട് നടന്നാലേ 10 പണം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാലേ നമ്മൾ രക്ഷപ്പെടൂ. നേരും നിറയും വിട്ട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് നേട്ടം മച്ചമ്പി? ഓ, ഇരി. സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? നേരായ മാർഗത്തിൽ അധ്വാനിച്ച് ജീവിക്കണം. അപ്പം മനസ്സിന് സമാധാനം ഉണ്ടാവും. മച്ചമ്പി, ആദർശം പുഴുങ്ങി തിന്നാലേ വിശപ്പ് മാറൂല. കീറിപ്പോവാറായ ഒരു മുണ്ടു കൊടുത്ത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് വല്ല പാമ്പിൻ്റെ ചേരയുടെ കടി കൊണ്ട് ചാവുന്നതാ. എങ്ങോട്ട് ജീവിക്കുന്നെങ്കിൽ നാടുവാഴിയെ പോലെ നല്ല തിളങ്ങുന്ന കുപ്പായൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പട്ട് മെച്ചലും മലന്ന് കിടന്ന് സൂക്ഷിക്കണം മച്ചമ്പി. ഓരോ മനുഷ്യനും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ഓ, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് നമുക്ക് വന്നു ചേരില്ല. വിധിയുണ്ടെങ്കിൽ ശ്രമിക്കാതെ തന്നെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ആ, ദേ മച്ചമ്പി, 2 വള്ളത്തിനകത്ത് കാലിട്ട് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് മച്ചമ്പിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മളിൽ വന്നു ചേരുന്ന ജോലി നമ്മൾ ചെയ്താൽ മതി. ആണല്ലോ, ഇത് മച്ചമ്പിയിലേക്ക് വന്നു ചേർന്നതല്ലേ, അപ്പം സന്തോഷമായിട്ട് ചെയ്യാമല്ലോ. അപ്പം പിന്നെ അക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മതി മതി മതി, എഴുന്നേക്ക്. ഇനി ഇവിടെ ഇരുന്ന നേരം വൈകും. ഷേ, കാട് ഇരുളുന്നത് പെട്ടെന്നാണ്. മച്ചമ്പി ആദ്യമായിട്ടല്ലേ വരുന്നത്, ആദ്യമായിട്ടാ, അതുകൊണ്ടാ അറിയാത്തത്. ആ, എന്നാ പിന്നെ നടന്നേക്കാം. ആ മച്ചമ്പി, ഇത് പാമ്പിന്റെ പുറ്റല്ലേ? അല്ല, ഇത് ചെതൽപുറ്റാണ്. ഇങ്ങനെയാണോ? ചെതലിരിക്കുന്ന കണ്ടില്ലേ? ആ, നാഗം ഉള്ളിടത്ത് ചെതലുണ്ടാവില്ല. ആ നടക്ക് നടക്ക്. അത് ശരി. അയ്യോ. ഇവിടെ എവിടെയോ നാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് വേലൂനെങ്ങനെ മനസ്സിലായി? നാഗങ്ങളുടെ ഗന്ധം എനിക്ക് തിരിച്ചറിയാൻ കഴിയും. കണ്ട, അത് നാഗത്തിന്റെ ഗന്ധമല്ല, പിന്നെ ആനപ്പിണ്ടത്തിന്റെ. ആ, ഇവിടെ ആനയുണ്ടോ? ആ, ഇനി അങ്ങോട്ട് ഉൾക്കാടാ. എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. മച്ചമ്പി എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണോ? ആരെങ്കിലും നിർബന്ധിച്ചോ? സ്വയം ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അധികം സംസാരം വേണ്ട. വേണ്ട. ശ്രദ്ധ മാറിയ മൃഗങ്ങളുടെ ശബ്ദവും ഗന്ധവും തിരിച്ചറിയാതെ അപകടത്തിൽപ്പെടും. ആ വേഗം നടക്ക്. നടക്കാം. ആനയാണോ? മച്ചമ്പി, അത് കണ്ട ഒരു പുറ്റ്, അതിനകത്ത് ചിലപ്പോ നാഗങ്ങളുണ്ടാവും. ഇവിടെ അല്ല, ഒരു രാവും പകലും ഉൾക്കാട്ടിലേക്ക് നടന്ന ദൂരത്താ ഞാൻ നാഗത്തെ കണ്ടത്. ഇത് പാമ്പിന്റെ പുറ്റ് തന്നെ. ചെതലൊന്നും ആയിരിക്കുന്നില്ലല്ലോ. ഇല്ല, ഇത് പാമ്പിന്റെ പുറ്റ് തന്നെയാ. പക്ഷെ ഇതിനകത്ത് മാണിക്കൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെ ഉറപ്പിക്കും? നമുക്ക് ഈ മാളത്തിനകത്തൂടെ കൈയിട്ട് നോക്കിയാലോ? അത് നല്ലതാ. നാഗം ഉണ്ടെങ്കിൽ പിന്നെ ജീവനോട് തിരിച്ചു പോകേണ്ടി വരില്ലല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുകച്ചു നോക്കിയാലോ? പുക ചെല്ലുമ്പം ഈ നാഗങ്ങൾ വെളിച്ചാടും. ഏതോ ഒന്ന് പാമ്പഴഞ്ഞു പോയി. മാണിക്കും എൻ്റെ ഉള്ളിൽ കാണും. മാണിക്ക് അങ്ങനെ വെച്ചിട്ട് നാഗം പോവില്ല മച്ചമ്പി. മച്ചമ്പി എന്നും മിണ്ടായിരിക്കും. വില പിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പുറത്തു പോരല്ലേ? ഇത് അതുപോലാണെങ്കിലോ? നമുക്ക് നോക്കാം. മച്ചമ്പി, പോയ നാഗത്തിൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ ഇതിനകത്ത് കാണും. നമുക്കൊന്ന് പുകച്ചു നോക്കാം. എൻ്റെ അടുത്ത് ആ കളി. ആ, പുകയ്ക്കാൻ ഇത് മതി.
കുറച്ച് കരിയിലെടുത്തിട്ട് ആ പുക കേറിട്ട് പച്ചപ്പി ഊതിക്കൂടെ? സൂക്ഷിച്ചിരുന്നു. പാമ്പ് ചാടി വന്നാ ഓടി രക്ഷപ്പെട്ടോണം. ഇറങ്ങി വരുന്നു നോക്കിക്കോ, എന്റെ കണ്ണി പുക കയറി. ശ്വാസം പോയി. ഇപ്പൊ കാരണം പാമ്പ് വന്ന് കാണാനും പറ്റത്തില്ല. നാഗത്തിന്റെ ശ്വാസം ഒന്ന് മുട്ടും. ധർമ്മവിദ്യ പഠിക്കേണ്ടത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, പ്രകൃതി മാതാവിൻ്റെ അളവറ്റ സ്നേഹത്തിൽ നിന്നാണ്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമ